നമസ്കാരം. ലോകത്തെ ഏറ്റവും സുരക്ഷ ആവശ്യമായ ഒന്നാണ് വിമാന യാത്ര. എല്ലാ വിമാന കമ്പനികളും ഏറ്റവും മികച്ച വിമാനങ്ങളും മികച്ച സേവനങ്ങളുമൊക്കെ തന്നെ നൽകുന്ന കൂട്ടത്തിൽ സുരക്ഷയെ ഉറപ്പാക്കുന്നതിനായി എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന ഒരു വാർത്ത നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. അവിടെയുള്ള ഒരു ബിരുദൻ ലോകത്തെ പ്രധാനപ്പെട്ട നിരവധി വിമാന കമ്പനികൾ ഉപയോഗിക്കുന്ന വിമാനങ്ങളുടെ സ്പെയർ പാർട്ടുകളുടെ വ്യാജം നൽകി, അതായത് ഡ്യൂപ്ലിക്കേറ്റ് നൽകി അവരെ പറ്റിച്ചു എന്നാണ് കേസ്. ഇയാൾക്ക് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ജോസ് അലസാൻഡ്രോ സമോറ യാരല എന്നാണ് ഇയാളുടെ പേര്. AOG ടെക്നോളജീസ് എന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ആയിരുന്നു ഇയാൾ. ഇയാൾക്കിപ്പോൾ കോടതി 4 വർഷവും 8 മാസവും തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഇയാൾ ചെയ്ത ഏറ്റവും ക്രൂരമായൊരു കാര്യം, ലോകത്തെ പ്രധാനപ്പെട്ട വിമാന കമ്പനികളായ ബോയിങ്ങിൻ്റെ എയർബസിൻ്റെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട മോഡലുകൾ, എയർബസ് A220, ബോയിങ് 747 തുടങ്ങിയ വിമാനങ്ങളുടെയൊക്കെ തന്നെ സ്പെയർ പാർട്ടുകൾ ഇയാൾ കൃത്രിമമായി ഉണ്ടാക്കി വിറ്റു എന്നുള്ളതാണ്. ഇതാരും ആദ്യം മനസ്സിലാക്കിയിരുന്നില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഇയാൾ നൽകിയ വ്യാജ അല്ലെങ്കിൽ ഈ തട്ടിപ്പ് സ്പെയർ പാർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വിമാനങ്ങൾ പലതും ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് പറന്നിരുന്നത്. ആർക്കും തന്നെ ഇതിൽ നിന്ന് ഈ തട്ടിപ്പിനെക്കുറിച്ച് അറിഞ്ഞും കൂടെയായിരുന്നു. ഇയാൾ പിടിയിലാവാനുള്ള കാരണം, ഇയാൾ കൊടുത്തയച്ച, ഇയാളിൽ നിന്ന് വാങ്ങിയ ബോൾട്ടുകൾ ഒരു രാജ്യത്തെ വിമാന സർവീസിൻ്റെ ആ വിമാനങ്ങളുടെ എൻജിനിൽ ഉപയോഗിക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ അളവ് തെറ്റായി കാണിച്ചിരുന്നു. ഇതോടുകൂടിയാണ് ഇവർക്ക് സംശയം ഉയർന്നത്, ഇത് മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണോ എന്ന്. അങ്ങനെ വിമാന കമ്പനികളുമായി തന്നെ അവിടുത്തെ അധികൃതർ ബന്ധപ്പെട്ടപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇതൊന്നും തന്നെ ഈ വിമാന കമ്പനികളുടേതായിരുന്നില്ല, ഈ സ്പെയർ പാർട്ടുകളൊക്കെ തന്നെ. ഇത് മറ്റേതോ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളുണ്ടാക്കി വിൽക്കുന്ന പരിപാടിയായിരുന്നു ഈ മനുഷ്യൻ കാണിച്ചിരുന്നത്. ഏതായാലും ഇയാൾക്ക് ഇനി അടുത്ത 8 വർഷത്തേക്കും ഒരു ഔദ്യോഗിക പദവി, അതായത് ഒരു കമ്പനിയുടെയും ഡയറക്ടർ പദവി അതുപോലെയുള്ള ഉന്നതമായ സ്ഥാനങ്ങളൊന്നും തന്നെ ഇരിക്കാൻ അർഹതയില്ല എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചാൽ ഈ വിമാനങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ആളുകൾ ഇതിൽ യാത്ര ചെയ്തതെന്ന് നമ്മൾ ആലോചിച്ച് പോകും. മാത്രവുമല്ല, എത്രയോ വിമാനങ്ങൾ ഈ ഒരു മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് ഇയാൾ സ്പെയർ പാർട്ട് നൽകിയ വിമാന കമ്പനികൾക്കെല്ലാം അറിയിപ്പ് കൊടുത്തത് വളരെ ശ്രദ്ധിക്കുക, ഈ വിമാനങ്ങളിലൊക്കെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സ്പെയർ പാർട്ടുകളാണ് എന്നായിരുന്നു. അങ്ങനെ ഈ വിമാനങ്ങളെല്ലാം തന്നെ നിലത്തിറക്കേണ്ട ഒരവസ്ഥ വന്നു. നമ്മളൊന്ന് ആലോചിക്കുക, ലോകത്തെ പ്രധാനപ്പെട്ട വിമാന കമ്പനികൾക്കെല്ലാമാണ് പെട്ടെന്ന് അടിയന്തരമായി അവരുടെ എല്ലാ വിമാനങ്ങളും നിലത്തിറക്കേണ്ടി വന്നിട്ടുള്ളത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസമായിരിക്കാം ഒരുപക്ഷെ ഈ വിമാനങ്ങൾ യാത്ര ചെയ്ത യാത്രക്കാർക്കും അതിലെ ജീവനക്കാർക്കും തന്നെ ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ കുന്നംകുളം അല്ലെങ്കിൽ ലുധിയാന എന്നൊക്കെ പറഞ്ഞ പല സ്ഥലങ്ങളുടെയും പേരിലാണ് ഡ്യൂപ്ലിക്കേറ്റുകൾ അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് തമാശ കഥകളൊക്കെ ഈ 2 സ്ഥലങ്ങളെയും, ലുധിയാനയെയും അതുപോലെ കുന്നംകുളത്തെ ആസ്പദമാക്കി പലരും പറയാറുമുള്ളതാണ്. ഇത് പൂർണ്ണമായി സത്യമാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഈ 2 സ്ഥലങ്ങളിലാണ് ഏറ്റവും അധികം ഡ്യൂപ്ലിക്കേറ്റുകളുള്ളതായി പൊതുവെ പറയപ്പെട്ടിരുന്നത്. അവരെല്ലാവരും കടത്തി വെട്ടുന്ന രീതിയിലാണ് ഇയാൾ ഈ ഒരു കടുങ്കൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആകാശത്തുകൂടി പറന്നു പോകുന്ന വിമാനത്തിൻ്റെ സ്പെയർ പാർട്ടുകളാണ് ഇയാൾ വ്യാജമായി ഉണ്ടാക്കി കച്ചവടം നടത്തിയതെന്ന് ഓർക്കുമ്പോൾ പണം ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ തെളിവായി മാറുകയാണ് ഇയാളുടെ ഈ തട്ടിപ്പ് നാടകം. പ്രധാനമായും എൻജിൻ ബ്ലേഡുകൾ, അതിൻ്റെ ബോൾട്ടുകൾ, വാഷറുകൾ തുടങ്ങിയവയാണ് ഇയാൾ ഏറ്റവും അധികം ഈ ഡ്യൂപ്ലിക്കേറ്റായി നിർമ്മിച്ച് കമ്പനികൾക്കായി വിതരണം ചെയ്തിരുന്നത്. ഒരുപക്ഷെ വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പാർട്ടുകളൊന്നും നിർമ്മിച്ച് വിതരണം ചെയ്യാനുള്ള സ്ഥിതി ഇയാൾക്കില്ലായിരിക്കും. അത് ഒരുപക്ഷെ വൻകിട കമ്പനികളിൽ നിന്ന് തന്നെ വാങ്ങേണ്ടി വരുമായിരിക്കാം. പക്ഷേ ഒരു വിമാനത്തിന് അപകടത്തിൽപ്പെടാൻ ഇയാൾ ഇത്തരത്തിൽ നിർമ്മിച്ച് നൽകിയ ഏതെങ്കിലും ഒരു വ്യാജ സ്പെയർ പാർട്ട് ധാരാളം മതിയാകും എന്നുള്ള സത്യമാണ് ഈ കമ്പനികളെ ഇപ്പോൾ അമ്പരപ്പിക്കുന്നത്. ലോകത്തെ മുൻനിര വിമാന കമ്പനികൾ തന്നെയാണ് ഇയാളുടെ കെണിയിൽ പെട്ടുപോയത് എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ കാര്യം. ഒരുപക്ഷെ ഇയാൾ പോർച്ചുഗലിലെ ഒരു വിമാന കമ്പനിക്ക് നൽകിയ ബോൾട്ട് അതിൻ്റെ അളവ് മാറിപ്പോയതുകൊണ്ട് മാത്രം ഉണ്ടായ സംശയത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇയാളെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് എത്രയോ വിമാനാപകടങ്ങൾക്ക് ഇത് കാരണമായി മാറുമായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യോമയാന വിദഗ്ധർ ചിന്തിക്കുന്നത്. ഇയാൾ നടത്തുന്ന സ്ഥാപനം ഒരു അംഗീകൃത കമ്പനിയാണ്. എന്നിട്ട് പോലും അതിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വിറ്റ് വലിയ തോതിൽ ഇയാൾ ലാഭമുണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് ജീവനക്കാരുടെ അല്ലെങ്കിൽ യാത്രക്കാരുടെയൊക്കെ തന്നെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് ഇയാൾ കച്ചവടം നടത്താൻ ഇറങ്ങിയത് എന്ന് നമ്മൾ കരുതേണ്ടി വരും. ഏതായാലും ജയിലിൽ കിടക്കുമ്പോഴെങ്കിലും ഇയാൾക്ക് ഇത്തരം കാര്യങ്ങളിൽ മാനസാന്തരം ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരുപാട് പേരുടെ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ജീവൻ അമ്മാനമാടിക്കൊണ്ടാണ് ഇയാൾ ഈ കടുങ്കൈ ചെയ്തത് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വശം.